السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، وبعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനായി, അവന്റെ കിതാബ് പഠിക്കാനായി ഒരു കൂട്ടം ആളുകൾ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അവരിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പഠിതാക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളോട് പറയുന്നതാണ് അവരെ കുറിച്ച്, ആ പഠിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. ഈ ഒരു മജ്ലിസും റബ്ബ് സുബ്ഹാനഹു വ തആല ഓർക്കുന്ന, നമ്മെ കുറിച്ച് പറയുന്ന ഒരു മജ്ലിസാക്കി തീർക്കുമാറാകട്ടെ. നാം സൂറത്തു അദ്ദുഹ, ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുഹ, സൂറത്തുൽ ശർഹ്, ഈ മൂന്ന് സൂറത്തുകളുടെ അർത്ഥം ചെറിയ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പഠിച്ചു. നമുക്കറിയാം, നിരന്തരമായി സ്ഥിരമായി നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകൾ. ചെറിയ സൂറത്തുകളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മഹത്തായ അർത്ഥമുള്ള ഈ സൂറത്തുകളുടെ അർത്ഥം പഠിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് നാം ഈ ചെറിയ സൂറത്തുകൾ തിരഞ്ഞെടുത്തത്. ഈ സൂറത്തുകളുടെ അർത്ഥമാണ് നാം പഠിച്ചുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ ദർസിൽ സൂറത്തുൽ ദുഹ, സൂറത്തു അശ്ശർഹ് നമ്മൾ പഠിച്ച് അതിലെ ചില വാക്കുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വല്ലൈലി ഇദാ സജ എന്ന പോലുള്ള, കാരണം ചില വാക്കുകളുടെ അർത്ഥം എന്താണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരാത്ത ചില വാക്കുകളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മുറാജഅ ചെയ്യാം, ഒന്ന് പാരായണം ചെയ്തു നോക്കാം, അർത്ഥമില്ലാതെ ഓതി നോക്കാം, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഓതി നോക്കാം. എന്നിട്ട് എനിക്ക് ആ സൂറത്തിന്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. കാരണം നമ്മൾ മരണം വരെ എപ്പോഴും ചെറിയ സൂറത്തുകൾ സുന്നത്ത് നമസ്കാരത്തിലും ചെറിയ നമസ്കാരങ്ങളിലൊക്കെ എപ്പോഴും, അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരങ്ങളിൽ സുന്നത്തായ പാരായണം ചെയ്യാൻ സുന്നത്തായ സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകൾ. നമ്മളെപ്പോഴും കേൾക്കുന്ന സൂറത്തുകളാണ്. നമ്മൾ നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനൊക്കെ ഇത് നമ്മെ സഹായിക്കും. അടുത്തതായി നമുക്ക് സൂറത്തു തീനാണ് പഠിക്കാനുള്ളത്. സാധാരണ രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ ആദ്യം പാരായണം ചെയ്യും, പിന്നീടാണ് അതിന്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. നമ്മൾ പഠിച്ച നൂനു സാക്കിനിന്റെ നിയമമൊക്കെ നമ്മൾ മനസ്സിൽ വരണം. നമ്മൾ ആദ്യം മുതൽ തുടങ്ങിയ മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പലതവണ ആവർത്തിച്ചു വരും. തജ്വീദിലാകട്ടെ തഫ്സീറിലാകട്ടെ ആവർത്തിച്ചു വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ഭാഗം കൂടിയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. ثم رددناه أسفل سافلين
إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. സൂറത്തു തീൻ കഴിഞ്ഞ സൂറത്തുകൾ പോലെ തന്നെ ഇതെന്താണ്? മക്കിയായ സൂറത്താണ്. എന്താണ് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാല്? അതെ, ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് സൂറത്തു തീൻ എന്നുള്ളത്. ഈ സൂറത്തില് നമുക്കറിയാം, മക്കിയായ സൂറത്തുകളിൽ കൂടുതലായി തൗഹീദാണ് വിഷയമുണ്ടാകുക. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ ആദ്യകാലമൊക്കെ തൗഹീദ്, അതുപോലെ തന്നെ റിസാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, ദൗത്യം, അതിനെക്കുറിച്ചുള്ള, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെയാണ് ചെറിയ സൂറത്തുകളിൽ, മക്കിയായ സൂറത്തിൽ കൂടുതലും കാണാവുന്നത്. കാരണം മക്കക്കാര് അധിക ആളുകളും സത്യനിഷേധികളായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്കാമുകൾ, വിധിവിലക്കുകൾ മദീനയിലേക്ക് ഹിജറ ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതലായി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹിജറക്ക് മുമ്പ് കൂടുതലും ഈ പറഞ്ഞ തൗഹീദിന്റെ ആയത്തുകളാണ് കൂടുതലും, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നതും, അതുപോലെ തന്നെ റിസാലത്തിനെ കുറിച്ച് പറയുന്നതൊക്കെയാണ്. ആദ്യം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. ആദ്യത്തെ 3 ആയത്തിലും സത്യം ചെയ്യലാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. 3 ആയത്തിലും സത്യം ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്യുക എന്നത് ആ കാര്യത്തിന്റെ മഹത്വത്തെ അറിയും. എന്നാൽ പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫർ ഔ അശ്റക്. അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് എന്താണ്? ശിർക്കാണ്, ചെറിയ ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചില ആളുകൾ ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? തെറ്റാണ്, അങ്ങനെ പാടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യം കൊണ്ട് സത്യം ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ആണ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്താണ് ആദ്യത്തെ ആയത്ത്? വത്തീനി വസ്സൈതൂൻ. തീൻ തന്നെയാണ് സത്യം, സൈതൂൻ തന്നെയാണ് സത്യം. എന്താ നമുക്കറിയുന്നതാണ്? തീൻ എന്നുള്ളത് അത്തിപ്പഴം തന്നെയാണ് സത്യം. അതുപോലെ തന്നെ സൈതൂൻ പഴം തന്നെയാണ് സത്യം. ഇത് ഈ 2 പഴം എന്നുള്ളത് അങ്ങേയറ്റം ഗുണങ്ങളുള്ള 2 പഴങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, കുലു സൈത വദ്ദഹിനു ബിഹി ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക. നിങ്ങൾ സൈത്ത് ഭക്ഷിക്കുക, അതുകൊണ്ട് എണ്ണയായി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക, അങ്ങേയറ്റം ബറക്കത്തുള്ളൊരു മരത്തിൽ നിന്നാണ് സൈത്തൂൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അത്തിപ്പഴവും അതുപോലെ തന്നെ മഹത്തായ ഒരു മരമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ കൊണ്ട്, തീനും സൈത്തൂനും കൊണ്ട് അല്ലാഹു സത്യം ചെയ്തത്? കാരണം അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണ് ഷാം എന്നുള്ളത്. ഷാമിലാണ് ഇന്നത്തെ സിറിയ പോലുള്ള രാജ്യങ്ങൾ, ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങൾ, ഇവിടെയാണ് ഈ പഴങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്തത് കാരണം ധാരാളം നബിമാർ വന്നൊരു നാടാണ്. പ്രത്യേകിച്ചും ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വന്നൊരു നാടാണ് ആ ഒരു നാട് ഷാം എന്നുള്ളത്. അടുത്ത ആയത്ത് എന്താണ്? വതൂർ സീനീൻ. സീനാ പർവ്വതം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുകയാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച പർവ്വതമാണ് സീനാ പർവ്വതം. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കേന്ദ്രമായ ഷാമിനെ കൊണ്ട് സത്യം ചെയ്തു. പിന്നീട് എന്താണ്? സീനാ പർവ്വതം, അത് മിസ്റാണ്. ഇനി മൂന്നാമത്തത് വഹാദൽ ബലദിൽ അമീൻ. വഹാദൽ ബലദിൽ അമീൻ, മക്കയെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുകയാണ്. മക്കയെ കൊണ്ടും വഹാദൽ ബലദിൽ അൽ അമീൻ,
ഈ ബലദ് തന്നെയാണ്, ഈ നാട് തന്നെയാണ് സത്യം. അൽ അമീൻ, അങ്ങേയറ്റം നിർഭയത്വമുള്ള. നമുക്കറിയാം, മക്കയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിർഭയത്വമാണ്, അവിടെ യുദ്ധം പാടില്ല. അങ്ങനെ പല അഹ്കാമുകളും മക്കയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മക്ക എന്നുള്ളത് ഏത് നബിയുടെ നുബുവത്തിന്റെ കേന്ദ്രമാണ്? മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കേന്ദ്രമാണ്. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കേന്ദ്രമായ ഷാമിനെ കൊണ്ടും, പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതുപോലെ തൂർ സീന കൊണ്ടും, മൂന്നാമത്തെ ആയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കേന്ദ്രമായ മക്കയെ കൊണ്ടും സത്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായി അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ സത്യം ചെയ്ത് പറയാണ്. നമ്മൾ കഴിഞ്ഞ സൂറത്തുൽ ദുഹായിൽ പഠിച്ചിട്ടുണ്ട്, അള്ളാഹു ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്താൽ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ, അത് എന്തിനു വേണ്ടിയാണ് സത്യം ചെയ്തത്? ആ ഒരു കാര്യം തൊട്ട് പിന്നാലെ പറയും. എന്താണ് പറഞ്ഞത്? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഓ നബിയെ, അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ വിട്ടിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അള്ളാഹു പറയുകയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഖലഖ്ന നാം പടച്ചു, ആരെ? അൽ ഇൻസാന മനുഷ്യന്മാരെ, ഫീ അഹ്സനി തഖ്വീം ഏറ്റവും നല്ല ഘടനയിൽ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അഅദലു ഖാമത്തിൻ വ അഹ്സനു സൂറത്തിൻ, ഏറ്റവും നല്ല രൂപത്തിൽ. മനുഷ്യന്മാരുടെ രൂപം എന്നുള്ളത് ബാക്കിയുള്ള മൃഗങ്ങളെ പോലെയല്ല, ഏറ്റവും നല്ല രൂപത്തിലാണ്. വദാലിക അന്നഹു ഖലഖ കുല്ല ഹയവാനിൻ മുൻകബ്ബൻ അലാ വജ്ഹിഹി ഇല്ലൽ ഇൻസാൻ ഖലഖഹു മദീദൽ ഖാമ. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ മുഖം താഴെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ 4 കാലിലാണ്. എന്നാൽ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? എന്നാൽ മനുഷ്യന്മാരുടെ അവസ്ഥ മദീദൽ ഖാമ, നേരായ രൂപത്തിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ബുദ്ധി നൽകിയതുപോലെ വേറെ ഒരു ജീവിക്കും ബുദ്ധി നൽകിയിട്ടില്ല ഈ രൂപത്തിൽ. എത്ര നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, മനുഷ്യന്മാർ ഏതൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരു വീടിന്റെ രൂപത്തിലാണെങ്കിൽ പോലും, വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകൾ, അന്നത്തെ വീടും ഇന്നത്തെ വീടും നോക്കിയാൽ മനുഷ്യന്മാർ അത്രയും മാറിയിട്ടുണ്ട്. എന്നാൽ മൃഗങ്ങൾ അന്നെങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് ഇന്നുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു മനുഷ്യന്മാരെ ആദരിച്ചിട്ടുണ്ട്. പല നിഅമത്തുകളും മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ സത്യം ചെയ്തുകൊണ്ട്, മനുഷ്യന്മാരുടെ ശരീരത്തിലും നോക്കിയാൽ ആന്തരികമായും, അങ്ങനെ മനുഷ്യന്മാരുടെ ജീവിതം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നിഅമത്തുകളും മനസ്സിലാകും. കണ്ണാകട്ടെ, കാതാകട്ടെ, ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടിയാണ് തീനും സൈത്തൂനും, അതുപോലെ തന്നെ സീനാ പർവ്വതവും മക്കയും കൊണ്ട് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്മാരെ നാം പടച്ചു ഏറ്റവും നല്ല രൂപത്തിലായിക്കൊണ്ട്, ഏറ്റവും നല്ല ഘടനയിൽ തഖ്വീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുമ്മ റദദ്നാഹു, എന്നിട്ടാണ് നാം ആ മനുഷ്യരെ മടക്കി. ഏതവസ്ഥയിൽ? അസ്ഫല സാഫിലീൻ, ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ മടക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ പണ്ഡിതന്മാർ 2 രൂപത്തിൽ വിശദീകരിച്ചതായി കാണാം. ആദ്യം ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യന്മാർ ആദ്യത്തെ അവസ്ഥയായിരിക്കില്ല പിന്നീട് ഉണ്ടാകാം. മനുഷ്യന്മാർക്ക് വയസ്സായി കഴിഞ്ഞാൽ ഒരു അർദലുൽ ഉമർ, ഒരു യൗവനം, അതുപോലെ തന്നെ പ്രായം ഏറിയ ഒരു അവസ്ഥ, അതിനേക്കാളും അങ്ങേയറ്റം അവസ്ഥയാണ് അർദലുൽ ഉമർ എന്നുള്ളത്. പറയുന്നതൊന്നും മനസ്സിലാകാത്ത അവസ്ഥ, ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രോഗം കൊണ്ട് അങ്ങേയറ്റം എത്തിയൊരവസ്ഥ. ഈ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് മനുഷ്യന്മാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം ഈ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, ഈ ഒരു പ്രായത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് അല്ലാഹു എന്നെ കാക്കണേ എന്നൊരു ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രായം എന്നുള്ളത് നമുക്ക് ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഇടങ്ങാറാകുന്ന, പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലേ? വളരെ വാർദ്ധക്യത്തിൽ അങ്ങേയറ്റം എത്തി, നമുക്കൊന്നും ചെയ്യാൻ ആകുന്നില്ല, ബോധമില്ല,
ഇങ്ങനൊരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥന നമ്മളത് ഹിഫ്ള് ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ എന്നുള്ള പ്രാർത്ഥന. നമുക്കറിയാം, നമ്മുടെ ഉസ്താദ് ഈ അടുത്ത് കുറച്ച് മുമ്പ് മരണപ്പെട്ട സക്കരിയ സ്വലാഹി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദിനെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറയണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആ ഉസ്താദിനടുക്ക് പോയപ്പോ അദ്ദേഹം പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. റമദാൻ മാസത്തിലായിരുന്നു പോയത്. അപ്പോ സക്കരിയ നീ വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ഉസ്താദ് അറിയപ്പെട്ടൊരു ഉസ്താദാണ്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് സലാഹി പറയാണ്, ഈ പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം. കാരണം നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് പിന്നീട് അറിയില്ല. ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഇടങ്ങാറാകുന്ന പ്രയാസാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് സലാഹി പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. ഏകദേശം ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് റഹിമഹുല്ല. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും മുറുകെ പിടിക്കണം. നമ്മെ കൊണ്ട് ആളുകൾക്ക് അല്ലെ നമ്മുടെ കുടുംബക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പടച്ച ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അപ്പോൾ ഇതാണ് അർദലുൽ ഉമർ, പ്രായം മാറി ഏറ്റവും അവസാനം ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഈ ഒരു ആയത്തിനെ കൊണ്ട്, ഇത് അർദലുൽ ഉമർ അല്ല, ഈ ആയത്തിന്റെ വിവക്ഷ ഉദ്ദേശം ഈ ഒരു പ്രായമല്ല, മറിച്ച് എന്താണ്, ഖതാദ റഹിമഹുല്ലയും മുജാഹിദ് അതുപോലെ തന്നെ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറയുകയാണ്, സുമ്മ റദദനാഹു ഇലൻ നാർ, ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മടക്കും എന്ന് പറയുന്നത് നരകത്തിലേക്ക് മടക്കും എന്നതാണ്. യഅനി ഇലാ അസ്ഫലി സാഫിലിൻ, ഏറ്റവും മോശമായ അവസ്ഥ. ലിഅന്ന ജഹന്നമ ബഅദുഹാ അസ്ഫല മിൻ ബഅദ്, കാരണം നരകം എന്നുള്ളത് എന്താണ്, ഓരോ ദറക്കാത്താണ്. സ്വർഗം എന്നുള്ളത് ഓരോ ദർജ പോലെ നരകം എന്നുള്ളത് താഴെയായിട്ട് പടിയാണ്. ഇതാണ് ശരിയായ കാര്യം എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാം. കാരണം എന്തുകൊണ്ടാണ്, അടുത്ത ആയത്ത് നമുക്ക് മനസ്സിലാകും. ഏതു കൂട്ടം ആളുകൾ ഒഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ വിഷയം പറഞ്ഞു, എന്നിട്ട് മനുഷ്യന്മാരെ ഏറ്റവും മോശമായ അവസ്ഥയിലാക്കി, ആ മോശമായ അവസ്ഥയിലാക്കി ആരൊഴികെ, ഈമാനുള്ള ആളുകൾ ഒഴികെ. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഇല്ലല്ലദീന ആമനു, ഇല്ലല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, വതവാസൗ ബിൽ ഹഖ്, ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്കൊരിക്കലും വിട്ട് മാറാത്ത അല്ലെങ്കിൽ മുറിയാത്ത അജ്ർ, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. ഈമാനും അമലു സാലിഹാത്തും ഉള്ള ആളുകൾക്ക് അത്രയും വിട്ടുമാറാത്ത എപ്പോഴും പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ ആദ്യം പറഞ്ഞ രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് പ്രായമേറി എത്തുന്ന അവസ്ഥയിലും ഈ ഒരു ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അല്ലെ. ആ കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് ഈമാനുള്ള ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളാണെങ്കിൽ പ്രായമേറിയ വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാലും അവന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. എന്താണ് കാര്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദ് ഔ സാഫർ കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമ. ഒരടിമ യാത്രക്ക് പുറപ്പെട്ടു, അല്ലെങ്കിൽ അവന് രോഗമായി, അവൻ നല്ലൊരു അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ലൊരു അവസ്ഥയിൽ, നമ്മുടെ യൗവനത്തിൽ എപ്പോഴും മസ്ജിദിലാണ്, എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഒരു ജുസ് പാരായണം ചെയ്യുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും രാത്രി നമസ്കരിക്കുന്ന ഒരു അവസ്ഥയാണ്, സുന്നത്ത് നമസ്കരിക്കാറുണ്ട്, കുറച്ച് കഴിഞ്ഞ് രോഗം വന്ന് കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ആ കിടപ്പറയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അത്രയും നമ്മൾ ദീനുൽ ഇസ്ലാമിൽ ഓരോ ഇബാദത്തും നിരന്തരം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏത് വാർദ്ധക്യം വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ തഫ്സീർ, അതായത് പ്രായം വാർദ്ധക്യമാണ് എന്ന് പറഞ്ഞ തഫ്സീറിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഇതാണ് ഇവിടെയുള്ള ഉദ്ദേശം. മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നരകമാണ് ഉദ്ദേശം. അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നൽകുന്നതാണ്. ഒന്നുകൂടി വായിക്കാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യന്മാരെ ഏറ്റവും നല്ല അവസ്ഥയിലാണ്, അവർക്ക് ചിന്തിക്കാനുള്ള അഖൽ നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിൽ നീ ജീവിക്കണം, ഏത് രൂപത്തിൽ നീ ഭക്ഷിക്കണം, ഏത് രൂപത്തിൽ നീ കുടിക്കണം, നടക്കണം, ഏതൊരു കാര്യമുണ്ടോ
അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജൂതനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് കളിയാക്കാം, അല്ലമക്കും നബിയുക്കും കുല്ല ഷൈ, നിങ്ങളുടെ നബി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കണേ. ഹത്തൽ ഖിറാ, ബാത്റൂമിൽ പോകേണ്ട മര്യാദകൾ പോലും. ഇത് കേട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജൽ, അതെ അതെ, ഹത്തൽ ഖിറാ, ആ ഒരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എഴുന്നേൽക്കണം, ഏതൊരു കാര്യമുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ പഠിച്ചു വിട്ടതാണോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ഏത് രൂപത്തിൽ നടക്കണം, ഏത് രൂപത്തിൽ ജീവിക്കണം, ആ ഒരു കാര്യം പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, തുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അല്ലാഹുവിനെ വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ, അല്ലാഹുവിനെ അനുസരിക്കാത്ത സാഹചര്യത്തിൽ അവന് നരകം കൊടുക്കുന്നതാണ് അസ്ഫല സാഫിലീൻ, ഏറ്റവും അധമന്മാരിൽ അധമൻ, അങ്ങേയറ്റം മോശമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുന്നതാണ് കാഫിറായ ആളുകൾക്ക്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഈമാനിലായിക്കൊണ്ട് ജനിച്ചു എന്നതൊരിക്കലും ഈമാനിലായിക്കൊണ്ട് മരിക്കുന്നുള്ളൊരു അടയാളമല്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, സതകൂനു ഫിതൻ, ഖിയാമത്ത് നാൾ അടുക്കും തോറും ധാരാളം ഫിത്നകൾ വരും. ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅാ ബിദുആഇൽ ഗരീഖ്, മുങ്ങി മരിക്കുന്ന ഒരാൾ എപ്രകാരം ദുആ ചെയ്യുന്നോ അപ്രകാരം ദുആ ചെയ്യുന്ന ആളല്ലാതെ രക്ഷപ്പെടൂല. കാരണം ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹു ഈ ദീൻ എന്നെ ഉറപ്പിച്ച് നിർത്തണേ. കാരണം ഈ ദീൻ എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നിൽ ഒരു ഖൈറുമില്ല. നരകത്തിൽ കാലാകാലം കിടക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എത്ര ആളുകളുണ്ട് ദീൻ ഇസ്ലാം മനസ്സിലായതിനു ശേഷം ഇസ്ലാം വിട്ടുപോയ നിരീശ്വരവാദിയായ എത്രയോ ആളുകളുണ്ട്. പണ്ഡിതന്മാർ പോലും ഈ ഒരു അവസ്ഥയിലെത്തിയതായി നമുക്ക് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ധാരാളം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, അല്ലാഹു നമ്മുടെ ഖൽബ് ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം എപ്പോഴും എത്ര തവണ ദുആ ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാര്യം നമ്മൾ ഓർക്കാം. കാരണം അത്രയും ഫിത്നകൾ നിറഞ്ഞ ദുനിയാവിൽ ഇത്രയും അവസ്ഥയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹു ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. ഇസ്ലാം തൗഹീദ് നമ്മളിൽ നിന്ന് നഷ്ടമായാൽ പിന്നിൽ നമ്മൾ യാതൊരു ഖൈറുമില്ല, ഒരു ഖൈറുമില്ല. അവനാണ് അസ്ഫലു സാഫിലീൻ, നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരു കൂട്ടം ആളുകൾ. നഊദു ബില്ലാഹി മിനൻ നാർ ഇല്ലല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾ ഒഴികെ. അപ്പോൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈമാനുള്ള ആളുകളാണ്. വഅമിലുസ് സാലിഹാത്ത്, അതുപോലെ തന്നെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ. ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ കാര്യം വിശ്വസിച്ചാൽ മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? അവർ സൽക്കർമ്മവും ചെയ്യേണ്ടതുണ്ട്. അവന്റെ ജീവിതത്തിൽ അത് പുറമേ ഉണ്ടാകേണ്ടതുണ്ട്. ചില ആളുകൾ പറയും, എന്റെ കൽബ് നല്ലതാണ്, എന്റെ ഈമാനൊക്കെ എന്റെ ഹൃദയത്തിലാണ്, ഞാൻ താടി വെക്കുന്നില്ല, ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നില്ല, ഞാൻ മസ്ജിദിൽ പോകുന്നില്ല എന്നതൊന്നും നീ നോക്കേണ്ടതില്ല. എന്റെ കൽബ് അത്രയും ശുദ്ധിയാണ്, അതെനിക്കറിയാം എന്ന രൂപത്തിൽ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ അവന്റെ കൽബ് നന്നായാൽ മാത്രമേ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നന്നാകുള്ളൂ. അതുകൊണ്ട് തന്നെ പുറമേയുള്ള കാര്യങ്ങൾ നന്നാകുക എന്നുള്ളത് അവന്റെ കൽബ് നന്നായി എന്നതിന്റെ അർത്ഥമാണ്. ഒരാളുടെ കൽബ് നന്നായാൽ അവന്റെ പ്രവൃത്തികളും അവന്റെ നമസ്കാരവും ബാക്കിയുള്ള ഇബാദത്തുകളും മുഴുവനും നന്നാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈമാനും സൽക്കർമ്മവും ഉള്ള ആളുകൾക്കുള്ള പ്രതിഫലം എന്താണ്? ഫലഹും, അവർക്കുണ്ട്, അജ്റുൻ, പ്രതിഫലമുണ്ട്. എങ്ങനെയുള്ള? ഗൈറു മംനൂൻ ഐ ഗൈറു മഖ്തൂഅ്, ഒരിക്കലും നിലക്കാത്ത പ്രതിഫലം അവർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്ത ആയത്ത് എന്താണ്? ഫമാ യുകദ്ദിബുക. നിങ്ങൾ ഇതിന്റെ ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ. എന്നിട്ട് പറയുകയാണ്, ഫമാ യുകദ്ദിബുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുകയാണ്, ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. അതിനുശേഷം ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം, അള്ളാഹുവാണ് ഇത്രയും വലിയ നിഅമത്ത് നൽകിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ നിയോഗിച്ചു, നല്ല ബുദ്ധി നൽകി, മൃഗങ്ങളെ പോലെ ആക്കിയില്ല, അത്രയും വലിയ നിഅമത്തുകൾ നൽകിയതിനു ശേഷം എന്നിരിക്കെ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, പിന്നെ എന്തിനാണ് ഈ ദീനിനെ,
ഈ ഹിസാബിനെ, ഈ പ്രതിഫലത്തെ നിങ്ങൾ നിഷേധിക്കുന്നത്? പിന്നെ എന്താണ് നിങ്ങളെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്താണ് അദ്ദീൻ എന്ന വാക്കിന്റെ അർത്ഥം? അദ്ദീൻ മതം. ഓക്കെ, പക്ഷേ നമ്മള് സൂറത്തുൽ ഫാത്തിഹന്റെ തഫ്സീറിൽ പഠിച്ചിട്ടുണ്ടല്ലേ, മാലിക് യൗമിദ്ദീൻ. അതെ, അദ്ദീൻ എന്നുള്ളത് ഹിസാബ്, ജസാ, പ്രതിഫലം അല്ലെ. അപ്പോൾ ഈ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നതിന് പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിനെ, അതായത് ഖിയാമത്ത് നാളിനെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതാ നമ്മൾ പറഞ്ഞത്, ഈ സൂറത്തിൽ എന്തുണ്ട്? ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിവക്ഷയുണ്ട്. ഇതിനെ കുറിച്ച് ഖിയാമത്ത് നാളിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഇതൊക്കെ മനസ്സിലായി, അള്ളാഹു നമ്മെ പടച്ചു, നല്ലൊരു അവസ്ഥയിലാക്കി, ഇതൊക്കെ നിഅമത്തുകൾ നൽകി, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്, അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് എന്നൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചെങ്കിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വെറുതെ പടക്കപ്പെട്ടതാണോ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ല എന്നാണ് നിങ്ങൾ ധരിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ കാണാം, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്? ഇല്ല, അങ്ങനെയല്ല കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കും. ചെറുതും വലുതുമായ എല്ലാ നിഅമത്തുകളെ കുറിച്ചും അള്ളാഹു ചോദിക്കും. നമ്മുടെ ജീവിതം അല്ലേ, നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയാം. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ മക്കാ മുശ്രിക്കീങ്ങളെ വിളിച്ചു പറയുകയാണ്, ഇതൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം, എന്നിരിക്കെ നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? എന്നിട്ട് എന്താണ് നിങ്ങളെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. മനസ്സിലാക്കണം, അദ്ദീൻ എന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഓരോ ആയത്തും ഓരോ കാര്യം പഠിക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞ ദർസുമായിട്ട് ബന്ധം ഉണ്ടാവും. സൂറത്തുൽ ഫാത്തിഹയിലെ വാക്ക് ഇവിടെ വന്ന് ബിൽ ഹിസാബി വൽ ജസാ. ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. അങ്ങേറ്റം വിധികർത്താക്കൾ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലൊക്കെ നമ്മെ പടച്ചു വിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഖദാ, വിധികർത്താവാണ്, നല്ല രൂപത്തിൽ വിധിക്കും, നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും, ഹിസാബ് നടത്തും, പിന്നെ ജസാ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അറിയുന്നതാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ പേടി ഉണ്ടാകാൻ, ഇത്രയും വലിയ നിഅമത്ത് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ എന്റെ അവസ്ഥ എന്താണ്? റബ്ബിനെ വേണ്ടി നല്ല രൂപത്തിൽ ഇബാദത്തിലായിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥ എപ്പോൾ ഈ ഒരു ബോധം എപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതാണ് സൂറത്തു തീനിൽ പറയുന്നത്. ആദ്യത്തെ ആയത്തുകൾ എന്താണ് അറിയിക്കുന്നത്? റിസാലത്താണ് അല്ലെ. ധാരാളം നബിമാരെ, മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അതുപോലെ തന്നെ തൗഹീദിന്റെ കാര്യങ്ങൾ, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ. അതുപോലെ തന്നെ വഅമിലുസ് സാലിഹാത്ത്, ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം കൊടുക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യലുമാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചും ഈ സൂറത്തിൽ പറഞ്ഞു. എവിടെയാണ് പറഞ്ഞത്? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. അതിനുശേഷം, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് അതിനൊക്കെ നിഷേധിച്ച് കളയുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ ചില ആളുകളുടെ ജീവിതം കണ്ടാൽ തോന്നും ഖിയാമത്ത് നാളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ജീവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. നാളെ അല്ലാഹു എല്ലാത്തിനും വിധികർത്താവായിക്കൊണ്ട് അല്ലാഹു ഉണ്ടാവുകയില്ലേ? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നാളെ നിങ്ങൾ അല്ലാഹു ഹിസാബ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തത്തെ ഹിസാബ് ചെയ്യുക. വസിനുഹാ ഖബ്ല അൻ തുസനു. നാളെ നിങ്ങൾ മീസാനിൽ വെക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സ്വന്തത്തെ മീസാനിൽ വെക്കുക. ഞാൻ ഈ രൂപത്തിൽ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഖിയാമത്ത് നാൾ എങ്ങനെയായിരിക്കും? അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും എന്റെ മറുപടി എന്നൊരു കാര്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ ഇതാണ് സൂറത്തു തീൻ. സൂറത്തു തീന്റെ അർത്ഥം ഇതാണ്. നമ്മൾ ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കി. അടുത്ത സൂറത്താണ് സൂറത്തുൽ അലഖ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ ചെറിയ സൂറത്തുകൾ ചെറിയ രൂപത്തിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സാധിക്കുന്നത്ര മാക്സിമം ഫുള്ള് തീർക്കണം എന്നുണ്ട്. പോകുന്നതിന് മുമ്പായി, അടുത്ത മാസത്തിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് തീർക്കണം എന്നുണ്ട്. ബിഇദ്നില്ലാഹ്. അല്ലാഹു വലിയു തൗഫീഖ്. അപ്പോൾ സൂറത്തു തീന് കഴിഞ്ഞ്
സൂറത്ത് നിങ്ങൾ ഓതി നോക്കണം. നിങ്ങൾക്ക് അർത്ഥം അറിയാത്ത വാക്കുകൾ നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നോക്കി ശ്രദ്ധിച്ചു വെക്കുക. അടുത്ത സൂറത്താണ് സൂറത്തു അൽ അലഖ്. സൂറത്തുൽ അലഖാണ് അടുത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى إن إلى ربك الرجعى ഇവിടെ റബ്ബിക റുജഅ എന്നല്ല, റബ്ബിക റുജഅ. റാക്ക് ശബ്ദമുണ്ട്, അത് ശ്രദ്ധിക്കാം. ഇന്ന ഇലാ റബ്ബിക റുജഅ أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب كلا لا تطعه ഇവിടെയുള്ള ഹാ ശ്രദ്ധിക്കണം കേട്ടോ. كلا لا تطعه واسجد واقترب. ഈ സൂറത്തുൽ അലഖ് പല ആളുകൾക്കും ഹിഫ്ള് ഉണ്ടാവൂല. കാരണം കൂട്ടത്തിൽ കുറച്ചൊരു വലിയ സൂറത്താണ്. പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യാം, ഈ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ ബയ്യിനൊക്കെ എന്ത് ചെയ്യണം, ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കാം. ഈ സൂറത്തുൽ ദുഹാ വരെയുള്ള സൂറത്ത് വളരെ ചെറിയ സൂറത്തുകളാണ്, ധാരാളം മഹത്തായ അർത്ഥമുള്ള സൂറത്തുകളാണ്. അങ്ങേറ്റം ഹിഫ്ള് ചെയ്യാൻ ഈ ചെറിയ സൂറത്തുകളെങ്കിലും കുറഞ്ഞത് സാധിക്കുന്ന ആളുകൾ അമ്മ ജുസെങ്കിലും ഹിഫ്ള് ചെയ്യാൻ അങ്ങേറ്റം ശ്രമിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 2 or 3 ആയത്തുകൾ ഓതിയാൽ പഠിച്ചാൽ മതിയാവും. എന്താണ് സൂറത്തുൽ അലഖ്? നമുക്കറിയാം, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആദ്യത്തെ ആയത്തുകൾ ഇതിന്റെ തുടക്കത്തിലെ 5 ആയത്തുകളാണ്. ഈ സൂറത്തിൽ ഏകദേശം ദീൻ പഠിക്കാനുള്ള, ഇൽമു പഠിക്കാനുള്ള പ്രോത്സാഹനം, അതായത് തുടക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കാണ്.
പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റിസാലത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെതിരായിട്ടുള്ള ആളുകളുടെ സമീപനം, അതുപോലെ തന്നെ ഒരു ദാഇ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട സിഫാത്തുകൾ, വിശേഷണങ്ങൾ, ഇതൊക്കെ ഈ സൂറത്തിൽ ഉണ്ട്. ആദ്യത്തെ 5 ആയത്തുകൾ അവതരിക്കാൻ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുന്ന ഒരു ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് പെട്ടെന്ന് വായിക്കാം. എന്താണ്? അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി അർറുയ അസ്സാലിഹ ഫിന്നൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിൽ ആദ്യമായി ഉണ്ടാകാറുണ്ടായത് നല്ല സ്വപ്നങ്ങളായിരുന്നു. ഫകാന ലാ യറാ റുയൻ ഇല്ലാ ജാഅത് മിസ്ലു ഫലഖ് അസ്സുബ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സ്വപ്നം കണ്ടാൽ സുബ്ഹ് എങ്ങനെ ഉണ്ടാകും അപ്രകാരം തന്നെ ഈ ഒരു കാര്യം അതേപോലെ പുലരുകയാണ്. സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവിടുന്ന് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. فكان يخلو بغار حراء فيتحنث فيه وهو التعبد الليالي ذوات العدد قبل أن ينزل إلى أهله. صلى الله عليه وسلم ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. فيتزوج لذلك ثم يرجع إلى خديجة ويتزوج لمثلها حتى جاءه الحق وهو في غار حراء فجاءه الملك. അങ്ങനെ ഹിറാ ഗുഹയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആര് വരികയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഖ്റ, താങ്കൾ പാരായണം ചെയ്യുക. ഫഖാൽ, നബി പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായന അറിയില്ല. ഖാല ഫഅഖദനി ഫഗത്തനി ഹത്താ ബലഗ മിന്നി അൽജഹദ് ثم അർസലനി. എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ മുറുക്കി, എനിക്ക് പ്രയാസമുണ്ടാകും വരെ അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ മുറുക്കി എന്നിട്ട് വിട്ടേച്ചു കളഞ്ഞു. ثم قال اقرأ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, താങ്കൾ പാരായണം ചെയ്യുക. ഫഖുൽത്, അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു, മാ അന ബിഖാരി, അത് എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ ചെയ്തു. മുറുകെ പിടിച്ച് വീണ്ടും വിട്ടേച്ച് കളഞ്ഞു. മൂന്നാമതും ഇതേപോലെ സംഭവിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. അങ്ങനെ ആദ്യത്തെ 5 ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ആദ്യത്തെ ആയത്ത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ പടച്ചവനായ, എല്ലാത്തിനെയും പടച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. ഇഖ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഖിറാഅത്ത്, പാരായണം ചെയ്യുക അല്ലെ. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. നമ്മൾക്കറിയാം ഇവിടെ ബായിനെ നമ്മൾ പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിക്കുമ്പോൾ ഇവിടെ ഒരു അർത്ഥമുണ്ട്. എന്താണ്? ബായിന് കുറെ അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സഹായതട്ടത്തിന്റെ ബാ ആണ്. ഇസ്തിആത്തിന്റെ ബാ എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് തുടങ്ങുന്നു എന്ന കാര്യം നാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. അല്ലദീ ഖലഖ്, പടച്ചവനായ, ഖാലിഖായ അള്ളാഹുവിന്റെ നാമത്തിൽ, പടച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ അല്ലദീ ഖലഖ, പടച്ചവനായ അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ എന്തിനെ പടച്ച് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഇവിടെ കളഞ്ഞിട്ടുണ്ട്. മഫ്ഊലു ബിഹി, എന്തിനെ പടച്ചു, ആകാശത്തെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ എന്തിനെ പടച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് അങ്ങനെ കാരണം? എന്താണ് അവിടെ ഉദ്ദേശം? അങ്ങനെ ഒരു കാര്യം കളഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കപ്പെടും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നാമത്തിൽ അതെ പാരായണം ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു, ഭക്ഷിക്കുന്നു, ഇതൊക്കെ അവിടെ ഉദ്ദേശിക്കപ്പെടാല്ലേ. ഇതൊക്കെ ഈ ഉദ്ദേശം മുഴുവനും വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തെ കളഞ്ഞത്. എന്തിനാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് എന്നൊരു കാര്യം അവിടെ കളഞ്ഞുകൊണ്ട്, ഹദ്ഫ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, എല്ലാ കാര്യത്തെയും പടച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വാക്കർത്ഥായിട്ട് തഫ്സീറിന് വെച്ച് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ആളുകൾ ഇപ്പൊ ട്രാൻസ്ലേഷൻ ഒക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ പടച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ പാരായണം ചെയ്യുക എന്ന് മാത്രമേ കിട്ടുള്ളൂ. മറിച്ച് എല്ലാത്തിനെയും പടച്ചവനായ എന്നൊരു അർത്ഥം ഇങ്ങനെ കിട്ടുക ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതോടുകൂടി അതിന്റെ മഫ്ഊൽ ബിഹി കളഞ്ഞാൽ ഇത് ഇൻഷാ അല്ലാഹ് അറബി ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു അറബിയിൽ ഒരു കാര്യത്തെ കളയുകയാണെങ്കിൽ, ഒരു വാക്കിനെ കളയുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഉണ്ടാകും. ആ ഒരു കാര്യം മനസ്സിലാക്കാം. അടുത്ത ആയത്ത് എന്താണ്? ഖലഖൽ ഇൻസാന. ആദ്യത്തെ ആയത്തിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് തുടങ്ങുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, എല്ലാത്തിനും പടച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്
താങ്കൾ പാരായണം ചെയ്യുക. കാരണം എന്താണ്? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇൽമു ലഭിക്കുകയുള്ളൂ. അല്ലേ? മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അള്ളാഹു നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ച അറിവല്ലാതെ നമുക്കില്ല എന്ന് മലക്കുകൾ പറയാം. എന്താണ് അടുത്തായിട്ട്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്മാരെ ഒട്ടിപ്പിടിക്കുന്ന മാംസ രക്തകഷ്ണത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പടച്ചു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തകഷ്ണത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പടക്കുന്നതിന് ഈ രക്തകഷ്ണത്തിന് മുമ്പ് ഒരു രൂപമുണ്ടായിരുന്നു, അല്ലെ? ബീജത്തിൽ നിന്ന്, നുത്ഫ എന്ന അറബിൽ പറയും. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നുത്ഫത്ത്, അലഖത്ത്, മുബ്ഗത്ത്, അങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആദ്യത്തെ ഘട്ടം പറയാതെ രണ്ടാമത്തെ ഘട്ടം പറയുകയാണ്. ആദ്യത്തെ ഘട്ടമായി നുത്ഫത്തിന്റെ ഘട്ടം പറയാതെ രണ്ടാമത്തെ ഘട്ടം പറയുകയാണ്. കാരണം എന്താണ്? മുഫസ്സിറുകൾ പറയുന്നതായി കാണാം, ഈ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളതാണ് രക്തകഷ്ണമായി മാറിയത്, ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അതുപോലെ ആകണം ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ. അവൻ അത് ഖുർആൻ പഠിക്കും തോറും അവന്റെ അവസ്ഥ മാറും. അത് മുഫസ്സിറുകൾ തഫ്സീറിൽ പറയുകയാണ്. അവന്റെ മുമ്പ് പഠിക്കാത്തൊരവസ്ഥയായിരിക്കും അവനുണ്ടാകുക. ദീൻ പഠിക്കും തോറും അവന്റെ അവസ്ഥ മാറുകയാണ്. അലക്ക് ഇവിടെ പ്രത്യേകിച്ചും എടുത്ത് പറയാനുള്ള കാരണം അങ്ങനെയാണെന്ന് മുഫസ്സിറുകൾ പറയുന്നതായി കാണാം. അടുത്ത ആയത്ത് വീണ്ടും പറയുകയാണ്, ഇഖ്റ വറബ്ബുകൽ അക്രം. അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, നിന്റെ റബ്ബ് അൽ അക്രമാണ്, നിന്റെ റബ്ബ് അങ്ങേയറ്റം ഔദാര്യവാനാണെന്ന് മനസ്സിലാക്കുക. ഇഖ്റ, വീണ്ടും ഇഖ്റ എന്ന് പറയാണ്, പഠിക്കുക. ഇവിടെ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, ആദ്യത്തെ ആയത്തിൽ ഇഖ്റ എന്ന് പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയാണ്. പിന്നീടുള്ള ആയത്ത് എന്താണ്? അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളെ പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. അതെ, ഹഖ് എന്ത് ചെയ്യണം? പരസ്പരം പറഞ്ഞു കൊടുക്കണം. ചില ആളുകൾ പറയും പഠിക്കാം എന്നിട്ട് മിണ്ടാതിരിക്കുക എന്നൊരു അവസ്ഥയല്ല, മറിച്ച് എന്താണോ പഠിച്ചത് അതെന്ത് ചെയ്യാം? ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ. ഒരു ആയത്താണ് പഠിച്ചതെങ്കിലും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കാം, മോശമായ കാര്യങ്ങൾ വിലക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇഖ്റ വറബ്ബുകൽ അക്രം. നിന്റെ റബ്ബ് എന്താണ്? അൽ അക്രമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. ഖലം കൊണ്ട്, പേന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇതും എന്ത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ അതിനുള്ളൊരു ഉപകരണമാണ് എന്ത്? ഖലം എന്നുള്ളത്. അതുകൊണ്ടാണ് എഴുതിക്കൊണ്ട്, പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, എഴുതിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത്, നമ്മൾ ഇൽമിന്റെ മജ്ലിസുകളിൽ വന്ന് എഴുതിയെടുക്കുക, അത് മുറാജഅ ചെയ്യുക എന്നുള്ളത് ഇൽമ് നമ്മുടെ കൽബിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മളെ അങ്ങേയറ്റം സഹായിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും വർഷങ്ങളായി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷേ എത്ര വർഷക്കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല. പല ആളുകളും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ? അവൻ പഠിച്ചിട്ടില്ല, യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ടില്ല. അവൻ ദർസുകൾ വെറുതെ കേൾക്കുന്നത് ഉപകാരം ഇല്ല എന്നല്ല, അവന്റെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകും, ഇബാദത്തുകൾ മുന്നേറാൻ പറ്റും. പക്ഷേ നല്ല രൂപത്തിൽ ഇൽമ് കിട്ടണമെങ്കിൽ ഈ രൂപത്തിൽ തന്നെ പഠിക്കണം. എഴുതി വെക്കുക, അത് മുറാജഅ ചെയ്യുക. ചില കവികൾ പറഞ്ഞതുപോലെ, അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹു ഖൈദു ഉലൂമക ബിൽ ഹിബാലിൽ വാസിഖ. ഇൽമ് എന്നുള്ളത് എന്താണ്? വേട്ടമൃഗത്തെ പോലെയാണ്. വൽ കിതാബത്തു ഖൈദുഹു, എഴുതി വെക്കുക എന്നുള്ളത് എന്താണ്? അതിനെ കെട്ടിയിടുന്ന പോലെ. ഖൈദു ഉലൂമക ബിൽ ഹിബാലിൽ വാസിഖ, നീ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ കെട്ടിവെക്കുക. വമിനൽ ഹമാഖതി അൻ തസീല ഗസാലതൻ, ഒരു വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ് ഒരു മാൻപേടയെ ഒരാള് വേട്ടയാടുകയും വതത്രുഖഹാ ബൈനൽ ഖലായിഖി ഖാലിഖ, എന്നിട്ട് എന്ത് ചെയ്യാം? വെറുതെ കെട്ടിയിട്ടതിന് ശേഷം, വേട്ടയാടിയതിനു ശേഷം അതിനെ വെറുതെ വിട്ടേക്കുക എന്നുള്ളത് ഹമാഖത്താണ്, വിഡ്ഢിത്തമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. അപ്പോൾ ഈ കാര്യത്തെ എന്താണ് അറിയിക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യം എന്താണ്? അത് കുറച്ചാണെങ്കിൽ അത് എഴുതി വെക്കാം, പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് നോക്കാം. അതെ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് മൊബൈൽ ഫോണിലും ഒക്കെ എഴുതി വെക്കാം, അല്ലെ? നോട്ട് എടുത്ത് എഴുതണം തന്നെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫായിദ, ഒരു പുതിയതായിട്ടൊരു കാര്യം കേട്ടാൽ നമ്മൾ മൊബൈൽ എടുക്കാം, നമ്മൾ മൊബൈലിൽ നോട്ട്സ് വെക്കാം, ആ നോട്ട്സിൽ എഴുതി വെക്കാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ദർസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വാക്ക് കിട്ടിയാൽ അത് എഴുതി വെക്കാം. നമുക്ക് പഠിക്കാൻ അങ്ങേറ്റം സഹായിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ സലഫുകൾ. ഒരിക്കൽ അബ്ദുല്ലാ ബിൻ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറയുകയാണ്, അയ്യുഹ ത്വാലിബു ഇൽമൻ ഈതി ഹമ്മാദ് ബിൻ സെയ്ദ്. ഓ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഹമ്മാദ് ബിൻ സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി പഠിക്കുക.
ഫഖ്തബിസ് മിൻഹു ഇൽമൻ വഹിൽമൻ, അദ്ദേഹത്തിന്റെ ഇൽമും ഹിൽമും സ്വഭാവം പഠിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? സുമ്മ ഖയ്യിദുഹു ബിൽ ഖൈദ്, എന്നിട്ട് അത് എഴുതി വെക്കുക. അത് എഴുതി വെച്ചാലാണ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുക. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമുക്കൊരു നോട്ട്സ് ഒരു ഭാഗത്ത് എഴുതി വെച്ചാൽ പല കാര്യങ്ങളും കിട്ടും. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാം? അത് ശ്രദ്ധിക്കാം. എഴുതി വെക്കാത്ത ആളുകളാണെങ്കിൽ പുതിയൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ബിൽ ഖലം, അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമൽ ഇൻസാന മാ ലം യഅലം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പഠിപ്പിച്ചു മാ ലം യഅലം, അവർക്കറിയാത്ത കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്ന് പറയുകയാണ്. ഇതിന്റെ അടുത്ത ആയത്ത് എന്താണ്? കല്ല, തീർച്ചയായും, കല്ല ഇന്നൽ ഇൻസാൻ, തീർച്ചയായും, ഇന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. തീർച്ചയായും മനുഷ്യന്മാർ ലയത്തവ, അവർ അതിര് കവിയുന്നതാണ്, അവർ അതിര് കവിയുന്ന, അവരുടെ പരിധി വിടുന്നതാണ്. എങ്ങനെയാണ് അവർ അത് പരിധി വിടുന്നത്? അടുത്ത ആയത്തിൽ പറയുകയാണ് അൻ റആഹു ഇസ്തഗ്ന, അൻ റആഹു, അവൻ സ്വന്തത്തെ കാണും, ഇസ്തഗ്ന, ഞാൻ എല്ലാത്തിനും ആയി, എന്നെ കൊണ്ട് എനിക്ക് വേറൊരാളെ ആവശ്യമില്ല എന്ന സ്വന്തത്തിൽ അവൻ എന്ത് ചെയ്യാണ്? ധന്യനായിക്കൊണ്ട് അവന് മറ്റുള്ള ആളുകളെ ഒന്നും ആവശ്യമില്ല എന്നൊരു രൂപത്തിൽ, അള്ളാഹുലേക്ക് അവനക്കൊരു ആവശ്യവുമില്ല എന്ന രൂപത്തിൽ അവൻ സ്വന്തത്തെ കാണുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരിക്കലും നമ്മളെന്തല്ല, നമ്മൾ അള്ളാഹുവിന്റെ സഹായമില്ലാതെ യാതൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും എന്താണ്? അള്ളാഹുവിലേക്ക് ഫഖീറാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ഏതൊരു ചെറിയ കാര്യം ചെയ്യാൻ പോലും അള്ളാഹുവിന്റെ സഹായം വേണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇത്രത്തോളം തന്നെ നമ്മളെ കാര്യം നമ്മളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതും വളരെ പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കൺവെട്ടുന്ന ആ ഒരു നേരം പോലും നമ്മുടെ നഫ്സിലേക്ക്, എന്റെ നഫ്സിലേക്ക് ഏൽപ്പിക്കലേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യന്മാർ അഹങ്കാരത്തോടുകൂടി അവൻ പരിധി വിടുകയാണ്, അതിര് കവിയുകയാണ്. എന്താണ് അവസ്ഥ? സ്വന്തത്തിൽ ഞാനൊരു പര്യാപ്തമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, ഞാനൊരു എല്ലാം കൊണ്ട് തികഞ്ഞൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, എനിക്കിനി വേറൊരു കാര്യം വേണ്ട. കിബിറിന്റെ, അഹങ്കാരത്തിന്റെ സംസാരം അവനിൽ ഉണ്ടാവുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇന്ന ഇലാ റബ്ബിക്, തീർച്ചയായും, ഇലാ റബ്ബിക റുജഅ, നിന്റെ മടക്കം എവിടെയാണ്? അറുജഅ എന്ന് പറഞ്ഞാല് റുജു, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്ന അർത്ഥം. അപ്പോൾ തീർച്ചയായും നിന്റെ മടക്കം നിന്റെ റബ്ബിങ്കിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് നിന്റെ മടക്കം. അന്നേ ദിവസം യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, അന്നേ ദിവസം ഒരു നഫ്സും മറ്റൊരാൾക്കും തന്നെ ഒന്നും തന്നെ ഉടമപ്പെടുത്തൂല. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ്. അതെ, സ്വന്തത്തിൽ പര്യാപ്തനായി ഞാൻ എല്ലാത്തിനും, എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് മതിയാകുന്നതാണ് എന്നൊരു ബോധമുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുകയാണ്. ഇന്ന ഇലാ റബ്ബിക റുജഅ, നിന്റെ മടക്കം നിന്റെ റബ്ബിലേക്കാണ് എന്നൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കുറച്ച് ആയത്തുകൾ. എന്നിട്ട് അതിന് ശേഷം അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, ഓ നബിയെ താങ്കൾ കണ്ടില്ലേ? ആരെ? അല്ലദീ യൻഹ, വിലക്കുന്ന ഒരാളെ കണ്ടില്ലേ എന്ന് പറയുകയാണ്. അബ്ദൻ, ആരെയാണ് വിലക്കുന്നത്? ഒരടിമയെ. ഇദാ സല്ല, അവൻ നമസ്കരിക്കുമ്പോൾ. ഇത് അബൂജഹലിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്താണ്. അബൂജഹൽ എന്താണ് ചെയ്യുന്നത്? അബൂജഹൽ ഒരിക്കൽ മക്കയിൽ വന്നുകൊണ്ട് പറയാണ്, വല്ലാത്തി വൽ ഉസ്സ ലഇൻ റഅയ്തുഹു യഫ്അൽ ദാലിക ലഅതഅന അലാ റഖബതിഹി. മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. എന്നിട്ട് തന്റെ കൂട്ടുകാരോട് പറയാണ്, ഇനി ലാത്തയാണ് ഉസ്സയാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമായിട്ട് പെരുമാറും എന്ന രൂപത്തിൽ പറയുകയാണ്. ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യുസല്ലി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആര് വരികയാണ്? ഈ അബൂജഹൽ വരികയാണ്. അസമ ലിയത അലാ റഖബതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരടിക്ക് ചവിട്ടാൻ വേണ്ടി അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അബൂജഹലിനോട് പറയപ്പെട്ടു, ഫഖീല മാലക യാ അബൽ ഹകം, അങ്ങനെ പിന്നീട് ചവിട്ടാൻ വേണ്ടി നിന്നു. എന്നിട്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ അബൂജഹലിനോട് അവിടെ ഉണ്ടായ ആളുകൾ ചോദിച്ചു, മാലക യാ അബൽ ഹകം, എന്താണ് താങ്കൾ പറഞ്ഞ പോലെ ചെയ്യാതെ എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ പറയുകയാണ്,
ഇന്ന ബൈനി വബൈനഹു ലഖന്ദഖൻ മിനൻ നാർ. ഞാൻ ഇതിന് പോകാൻ വേണ്ടി നിന്നപ്പോൾ എനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു കുഴി കാണുകയാണ്, തീ കൊണ്ടുള്ള ഒരു കുഴിയെ കാണുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ഹദീസിൽ വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദനാ മിന്നി ലഖ്തതഫുൽ മലായികതു ഉദ്വൻ ഉദ്വ. ഈ അബൂജഹലെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ വന്നിരുന്നെങ്കിൽ മലക്കുകൾ ശരിയായ രൂപത്തിൽ പെരുമാറുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, അറഅയ്ത അല്ലദീ യൻഹ, നീ കാണുന്നില്ലേ, അല്ലദീ യൻഹ, വിലക്കുന്നവനെ കാണുന്നില്ലേ? ആരാണ് വിലക്കുന്നത്? ഈ അബൂജഹൽ വിലക്കാണ്. അബ്ദൻ ഇദാ സല്ല, അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കാൻ. അതെ, ഒരടിമ നമസ്കരിക്കുമ്പോ ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ വിലക്കുന്നൊരവസ്ഥ, എത്ര മോശമായ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവന്റെ ആഖിബത്ത്, അവന്റെ പര്യവസാനം ഏത് രൂപത്തിലായിരിക്കും എന്ന് ആര് ചോദിക്കുകയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അടുത്ത ആയത്ത് എന്താണ്? അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. അറഅയ്ത എന്ന് പറഞ്ഞാൽ റഅ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കണ്ടു എന്നുള്ള അർത്ഥം. റഅക്ക് കണ്ണുകൊണ്ട് കാണുന്നതും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് അറിയുന്ന ആ ഒരു അർത്ഥം കൂടിയുണ്ട്. ഞാൻ പറയാണ് റഅയ്തു മുഹമ്മദ്, മുഹമ്മദിനെ കണ്ടു. അത് കണ്ണുകൊണ്ട് കാണുന്നതിനെ പറയാം. ഇനി പറയാം റഅയ്തു അത്താലിബ മുജ്തഹിദൻ, വിദ്യാർത്ഥി നല്ല പരിശ്രമശാലിയായ വിദ്യാർത്ഥിയായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കി എന്നൊരു അർത്ഥം കൂടിയുണ്ട്. റഅ എന്ന് പറഞ്ഞാല് ആ ഒരു ഖൽബ് കൊണ്ട് കാണുന്ന ഒരു അർത്ഥം കൂടിയാണ്. നീ മനസ്സിലാക്കിയില്ലയോ? അബ്ദൻ ഇദാ സല്ല, ഒരടിമ നമസ്കരിക്കുന്ന ഒരു അടിമയെ വിലക്കുന്നവനായ ഒരാളെ കാണുന്നില്ല. അത് അബൂജഹലിന്റെ വിഷയത്തിൽ പറയുക. എന്നിട്ട് പറയാണ് അറഅയ്ത, ഇനി എങ്ങാനും ഇൻകാന അലൽ ഹുദ, ഈ അടുത്ത ആഴ്ചകളിൽ ആ അടിമയുടെ വിഷയത്തിൽ പറയുകയാണ്. ആരാണ് ആ അടിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെയുള്ള ഒരാളെ വിലക്കൽ എങ്ങനെയാണ് ശരിയാവുക? അതെത്ര മോശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. കാരണം ഒരു അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട സൽഗുണങ്ങളാണെന്ത്? അവൻ ഹിദായത്തിലായിരിക്കുക, അവൻ നല്ല സന്മാർഗത്തിലായിരിക്കുക. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ നല്ല അവസ്ഥയിലായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നല്ല അവസ്ഥയിലായിരിക്കണം. ഔ അമറ ബിത്തഖ്വ, അത് മാത്രമല്ല ആളുകൾക്ക് എന്ത് ചെയ്യാണ്? തഖ്വ കൊണ്ട് നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നതും. ഇതൊക്കെ ചെയ്യുന്ന ഹിദായത്തിലായിക്കൊണ്ട് നല്ല സന്മാർഗത്തിലായിക്കൊണ്ട് ചെയ്യുന്ന ഒരാൾ, അതുപോലെ തന്നെ തഖ്വ പാലിക്കുന്ന ഒരാളെ വിലക്കുക എന്നുള്ളത് ശരിയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. കഴിഞ്ഞോ? ഇല്ല. അടുത്ത ആയത്തുകളിൽ വീണ്ടും പറയുകയാണ് അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. പിന്നെ ചോദിച്ചു അറഅയ്ത ഇൻ കാന അലൽ ഹുദ, ഈ വിലക്കപ്പെടുന്ന ആള് സന്മാർഗത്തിലാണ്. ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വ തവല്ല, ഈ അബൂജഹലിന്റെ അവസ്ഥ. ഈ വിലക്കുന്ന ആൾ കദ്ദബ, നിഷേധിച്ചു തള്ളുകയും, അതായത് ഈമാനില്ല, അവർക്ക് വിശ്വാസമില്ല, വതവല്ല, ഒരു ഇബാദത്തും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുന്നുണ്ട് എന്നൊരു കാര്യം അവൻ അറിയുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ ഭാഗങ്ങൾ കഴിഞ്ഞ് ആദ്യത്തെ 5 ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആദ്യമായി ഇറക്കിയ ആയത്തുകളാണ്. പിന്നീട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്ന ആളെ വിലക്കുന്ന ഒരാളുടെ അവസ്ഥ, അബൂജഹലിന്റെ അവസ്ഥ പറയുകയാണ്. എത്ര മോശമാണ്. കാരണം ഈ പറയുന്ന ആളെന്താണ്? അബൂജഹൽ വിലക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നമസ്കരിക്കുന്ന ഒരു അടിമയാണ് വിലക്കുന്നത്. അതുപോലെ തന്നെ ഈ അടിമയാണെങ്കിലോ സന്മാർഗത്തിലാണ്, മറ്റുള്ള ആളുകളെ തഖ്വ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കൽപ്പിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല ഈ വിലക്കുന്ന ആളുടെ അവസ്ഥ വീണ്ടും അങ്ങേറ്റം മോശമാണ്. കദ്ദബ വതവല്ല, അവൻ നിഷേധിച്ച് തള്ളുന്ന ഒരാളാണ്. അള്ളാഹുവിൽ നിന്ന് ഇബാദത്ത് ചെയ്യാതെ തിരിഞ്ഞു കളയുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അലം യഅലം, അവൻ കാണുന്നില്ല, അവൻ അറിയുന്നില്ലേ ബിഅന്ന അല്ലാഹ യറാ, അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്നൊരു കാര്യം അവനക്കൊരു ബോധമില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു ഖുർആനിലെ താക്കീത് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു കാര്യം.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന എന്നൊരു ബോധം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ അവൻ ഉണ്ടാകൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യവും അതുപോലെ തന്നെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അള്ളാഹുവിനറിയാം. അപ്പോൾ ഏതൊരു കാര്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതൊരു കാര്യവും അള്ളാഹു അറിയാതെ ഒരടിമക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലേ, ഖഹ്താനി റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഏത് ഇരുട്ടിൽപ്പെട്ടാലും ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഏതൊരു ഇരുട്ടിൽപ്പെട്ടാലും ആ ഇരുട്ടിനെ പടച്ചവനായ അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ഈ ഒരു ബോധം, മുറാഖബത്ത്, ഖുർആനിൽ വന്ന ഏറ്റവും വലിയ താക്കീതാണ് ഈ ഒരു താക്കീത്. അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം. എനിക്കൊരു ബോധമില്ല, അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അലം യഅലം, അവൻ അറിയുന്നില്ലേ, ബി അന്ന അല്ലാഹ യറ, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളുണ്ട്, ഇതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതിനുള്ള ശിക്ഷ ലഭിക്കും, ഈ ഒരു ബോധം നിനക്കില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതിനുശേഷം അള്ളാഹു പറയുകയാണ്, ഖല്ല, അങ്ങനെയല്ല കാര്യം, ലഇൻ ലം യൻതഹി, ഈ പ്രയാസപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് അവൻ വിട്ടുനിന്നില്ലെങ്കിൽ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് അങ്ങേറ്റം പ്രയാസപ്പെടുത്തുകയാണ്. ഇത് കണ്ടപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖല്ല ലഇൻ ലം യൻതഹി, ആ അബൂജഹൽ ഇതിൽ നിന്ന് വിട്ടു നിന്നില്ലെങ്കിൽ ലനസ്തഅം ബിന്നാസിയ, നാം അവനെ നാസിയത്ത് മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. നാസിയത്ത് എന്ന് പറഞ്ഞാൽ മുടിയുടെ മുൻഭാഗമാണ് നാസിയത്ത് എന്ന് പറഞ്ഞാൽ, കുടുമ എന്ന് പറയും. ഈ മുടിയുടെ മുൻഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളുടെ പിടുത്തം കിട്ടിയാൽ അവരുടെ നിയന്ത്രണം കിട്ടിയ പോലെയാണ്. അപ്പോൾ ഈ നാസിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ലമ്മാ നഹ അബൂ ജഹലിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാത്തി ഇൻതഹറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിലക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ ഭാഷയിൽ തിരിച്ചങ്ങോട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ അബൂ ജഹൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, അതൻഹറുനി യാ മുഹമ്മദ്, മുഹമ്മദ് നീ എന്നോട് ദേഷ്യം പിടിക്കുകയാണ്. ലഖദ് അലിംതു മാ ബിഹാ അക്സറു നാദിയൻ മിന്നി, ലഖദ് അലിംതു, നിനക്കറിയാം എന്ത്, ഇത് എന്റെ നാടാണ്, എനിക്ക് കുറെ ഇവിടെ നാട്ടുകാരുണ്ട്, ഞാൻ വിളിച്ച കുറെ ആളുകൾ വരും, നിനക്ക് പ്രയാസം ഉണ്ടാകും എന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്താം. ثم قال فوالله لأملأن عليك هذا الوادي إن شئت خيلا جردا ورجالا مردا. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകൾ ഇറക്കുന്നത്. എന്താണ്? ഫല്യദ്ഉ നാദിയ, അവന്റെ കൂട്ടുകാരെ അവൻ വിളിച്ചോളട്ടെ. സനദ്ഉ സബാനിയ, നാം സബാനിയത്തിനെ വിളിക്കും. അതായത് ശിക്ഷയുടെ മലക്കുകളാണ് സബാനിയത്ത്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വിരട്ടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അവനവന്റെ നാട്ടുകാരെ വിളിച്ചുകൊള്ളട്ടെ. സനദ്ഉ സബാനിയ, നാം ശിക്ഷയുടെ മലക്കുകളെയും വിളിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, കല്ല, അങ്ങനെയല്ല, ലഇൻ ലം യൻതഹി ലനസ്തഅം ബിന്നാസിയ. അതിനിടയ്ക്ക് ഒരു ആയത്തുണ്ട്, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. അവനെ കുറിച്ച് പറയുകയാണ്. ആരെക്കുറിച്ച്? അബൂജഹലിനെ കുറിച്ച് പറയുകയാണ്. കാദിബത്തും ഖാത്തിയത്തുമായ നാസിയത്ത് നമ്മൾ പറഞ്ഞ കുടുമ, ഈ കുടുംബയുടെ വിശേഷണം പറയുകയാണ്. കാദിബത്തും ഖാത്തിയത്താണ്, കള്ളത്തരത്തിന്റെയും അതുപോലെ തന്നെ ആ പ്രവൃത്തി, തെറ്റായ പ്രവൃത്തി ചെയ്യുന്നതായ കുടുംബയാണ്. ഇവിടെ ആ ഒരു ഭാഗം ഉദ്ദേശിച്ച് അബൂജഹലിനെ മുഴുവനായി ഉദ്ദേശിക്കുകയാണ്. ഇത്ലാഖുൽ ജുസ്ഇ വ ഇറാദത്തുൽ കുൽ എന്ന് അറബിയിൽ പറയും. ചില കാര്യങ്ങൾ കുറച്ച് മാത്രം ഉദ്ദേശിച്ച് മുഴുവനായി പറഞ്ഞ് മുഴുവനായി ഉദ്ദേശിക്കുക എന്നൊരു കാര്യമാണ്. ഇവിടെ നാസിയത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അതായത് അബൂജഹലിന്റെ കള്ളത്തരത്തിന്റെ ആ നാവും അതുപോലെ തന്നെ അവന്റെ തെറ്റായ പ്രവൃത്തിയും, അങ്ങനെയുള്ള നാസിയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക തന്നെ ചെയ്യും. ലനസ്തഅം ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. എന്നിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ഫല്യദ്ഉ നാദിയ, അവനവന്റെ കൂട്ടാളികളെ വിളിച്ചുകൊള്ളട്ടെ. സനദ്ഉ അസ്സബാനിയ, നാം സബാനിയത്തിനെയും വിളിക്കും. ആരാണ് സബാനിയത്ത്? നമ്മൾ പറഞ്ഞതുപോലെ മലായികത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളാണ് സബാനിയത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോൾ ഇതുവരെയുള്ള ആയത്തുകളൊന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അബൂജഹലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ഉണ്ടായ ആ ഒരു പ്രയാസ കാര്യങ്ങളും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിന് കൊടുക്കുന്ന മറുപടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ല ലാ തുതിഉഹു, ഓ നബിയെ താങ്കൾ
അവനെ അനുസരിക്കേണ്ടതില്ല. വസ്ജുദ് വഖ്തരിബ്, താങ്കൾ എന്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് മുന്നേറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നസീഹത്ത് ഉപദേശം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഖ്റമു മാ യഖൂലു അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന ഏറ്റവും അടുക്കുന്ന സമയമാണെന്ത്, അവൻ സുജൂദിലായിരിക്കുന്ന സമയം എന്നുള്ളത്. കാരണം അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് മുന്നേറുക എന്നുള്ളത് അവന്റെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഇറക്കി വെക്കുന്ന സമയമാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞില്ലേ, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുകയാണ്, നബിയെ നാം അറിഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നത് കേട്ടുകൊണ്ട് താങ്കൾക്ക് പ്രയാസത്തിലാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, താങ്കൾ എന്ത് ചെയ്യുക, തസ്ബീഹ് ചെയ്തുകൊണ്ട് സുജൂദിലായിക്കൊണ്ടിരിക്കുക. വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വരുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ സുജൂദ് ചെയ്ത് നമസ്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇവരുടെ സംസാരം കൊണ്ടൊന്നും നിനക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂല എന്നാര് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇവിടെ അവസാനം പറയുകയാണ്, കല്ലാ ലാ തുതിഉഹു, ഈ പറയുന്ന ഈ അബൂജഹലിനെ നീ അനുസരിക്കേണ്ടതില്ല. വസ്ജുദ്, സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. വഖ്തരിബ്, അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക. ഇതാണ് അവസാനത്തെ ആയത്ത്. അപ്പോൾ ഇതാണ് സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ് നമ്മൾ പറഞ്ഞതുപോലെ മക്കിയായ സൂറത്താണ്. ആദ്യത്തെ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയതായ ആദ്യത്തെ ആയത്തുകളാണത്. പിന്നെ അതിനുശേഷം മനുഷ്യന്മാരുടെ അവസ്ഥ പറയുകയാണ്. അവൻ സ്വന്തത്തെ പര്യാപ്തനായി കണ്ടു, അവനെ കുറിച്ച് അവനോട് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. എന്താണ്, ഇന്ന ഇലാ റബ്ബിക റുജഅ, നിന്റെ മടക്കം അള്ളാഹുവിലേക്കാണ്, ആ ഒരു ബോധം നിനക്ക് വേണം, ആ രൂപത്തിൽ ജീവിച്ചാൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യുന്നതിനെ വിലക്കുന്ന അബൂജഹലിനെ വിലക്കിക്കൊണ്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കി. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ, ഈ സന്മാർഗ്ഗത്തിലായ ഔ അമറ ബിത്തഖ്വ, തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കുകയാണോ? എന്നിട്ട് പറയാണ്, അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറ, ഇത്രയും നിഷേധിച്ച് തള്ളുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തിരിഞ്ഞു കളയുന്ന അബൂജഹലിനെ വിളിച്ചു പറയുകയാണ്, അലം യഅലം ബിഅന്ന അല്ലാഹ യറ, അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്നൊരു ബോധമില്ലേ എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. കാരണം അള്ളാഹു ഒരു കാര്യം കാണുന്നുണ്ട് എന്നൊരു ബോധമുണ്ടെങ്കിൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഏതൊരു കാര്യവും മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ബോധമുണ്ടെങ്കിൽ ഒരാൾക്കും തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ രൂപത്തിൽ ജീവിക്കാൻ, ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, ഈ അബൂജഹൽ ഈ ചെയ്തതിൽ നിന്ന് നിന്നില്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ നാസിയത്തെ പിടികൂടുക തന്നെ ചെയ്യും. നാസിയത്ത് എന്ന് പറഞ്ഞാൽ കുടുമ. എങ്ങനെയുള്ള നാസിയത്താണ്? കാദിബത്തിൻ ഖാത്തിയ, കള്ളത്തരത്തിന്റെയും തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നതുമായ നാസിയത്ത്. അതായത് അബൂജഹലിന്റെ സംസാരം കളവാണ്, അവന്റെ പ്രവൃത്തികൾ അങ്ങേയറ്റം തെറ്റുമാണ്. ഫല്യദ്ഉ നാദിയ, അബൂജഹൽ അവന്റെ കൂട്ടാളികളെ വിളിച്ചുകൊള്ളട്ടെ. സനദ്ഉ സബാനിയ, നാം വിളിക്കും ആരെ? അസ്സബാനിയത്തിനെ. സബാനിയത്ത് ആരെന്ന് പറഞ്ഞാൽ മലായികത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളാണ്. കല്ല, അങ്ങനെയല്ല കാര്യം. ലാ തുതിഉഹു, ഓ നബിയെ ആരെ പിൻപറ്റേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല, അബൂജഹലിനെ അനുസരിക്കേണ്ടതില്ല. താങ്കൾ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. വഖ്തരിബ്, അള്ളാഹുവിലേക്ക് അടുക്കുക. ഇവിടെ നമുക്കറിയാം സുജൂദു തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണ്. ഇവിടെ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സുജൂദ് ചെയ്യുക. എന്നിട്ട് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കണം. സുജൂദു തിലാവത്തിലുള്ള പ്രാർത്ഥന നമസ്കാരത്തിലാകട്ടെ ബാക്കിയുള്ള സാഹചര്യത്തിലാകട്ടെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഏകദേശം 5ഓളം സൂറത്തുകൾ കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സൂറത്ത് എടുത്തു നോക്കുക. ആ സൂറത്തിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ അത് എഴുതി വെക്കുക, ഇത് പഠിക്കുക, പാരായണം ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സൂറത്തുകൾ അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.